ചെന്നുകയറിയ വേദികളെ മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കിയ ഒരു അസാധ്യമായിട്ടുള്ള പോപ്പ് ഗായകനുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിച്ച ഒരു അത്യപൂർവ ഗായകനുണ്ട്. മൂൺവാക്ക് എന്ന അതിമാരക ഐറ്റം ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ച് ഒടുവിൽ അത് ലോകത്തിലെ മുഴുവൻ വൈറലാക്കിയ ആ അസാധ്യ പ്രതിഭയുടെ പേരാണ് മൈക്കിൾ ജാക്സൺ അഥവാ മൈക്കിൾ ജോസഫ് ജാക്സൺ. And don't you pretend we didn't talk on the phone. My bed is right, she left me standing alone. It's so dangerous. The cat is so dangerous. Take away my money, throw away my time. You can call me honey, but you know damn good for me dangerous. The cat is so dangerous. മൈക്കിൾ ജാക്സനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ പോലും സുലഭമായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഗായകനാണ് മൈക്കിൾ ജാക്സൺ. സോഷ്യൽ മീഡിയകളൊന്നുമില്ലാത്ത കാലത്തും ലോകം മുഴുവൻ മലയാളികളടക്കം നെഞ്ചേറ്റിയ ഒരു അത്യപൂർവ കലാകാരനാണ് മൈക്കിൾ ജാക്സൺ. പക്ഷേ കരിയറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴും അതെല്ലാം റദ്ദാക്കും വിധം അദ്ദേഹത്തെ വിവാദങ്ങൾ വേട്ടയാടിയിരുന്നു. മൈക്കിൾ ജാക്സന്റെ ചരിത്രം പല വേദികളിൽ നിന്ന്, പല പുസ്തകങ്ങളിൽ നിന്ന്, പല വീഡിയോകളിൽ നിന്ന് നിങ്ങളെല്ലാം അറിഞ്ഞവരായിരിക്കും. ഇന്ന് ഞാനിവിടെ മുതിരുന്നത് മൈക്കിൾ ജാക്സന്റെ ചരിത്രം പറയാനല്ല. മൈക്കിൾ ജാക്സൺ ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടാണ് ജനിച്ചത്. പക്ഷേ നമ്മൾ അവസാനമായിട്ട് മൈക്കിൾ ജാക്സനെ കാണുന്നത് വെളുത്ത നിറത്തിലാണ്. കറുത്തവനായിട്ടുള്ള മൈക്കിൾ എങ്ങനെയാണ് വെളുപ്പിലേക്ക് മാറിയത്? ആ അത്യപൂർവ ചരിത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വാഗതം ചരിത്ര പുസ്തകത്താളിലേക്ക്. അമേരിക്ക ഷിക്കാഗോയിൽ ജോസഫ് ജാക്സൺ എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റീൽ കമ്പനിയിലെ ക്രെയിൻ ഓപ്പറേറ്റർ ആയിരുന്നു. ചെറിയ രീതിയിൽ സംഗീതം കൈവശമുണ്ട്. ചെറിയ ട്രൂപ്പിൻ്റെ കൂടെ ഗിറ്റാർ വായിക്കാൻ പോകുന്ന ഒരാളായിരുന്നു. ഭാര്യയ്ക്കും ചെറിയ കമ്പൊക്കെ ഉണ്ട്, പാട്ടിൽ സാക്സ്ഫോണൊക്കെ വായിക്കും. ഇവർക്ക് 9 മക്കളായിരുന്നു. ഇവരിൽ 7ാമത്തെ ആളാണ് മൈക്കിൾ ജാക്സൺ. വളരെ കഠിനമായിട്ടുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു ജോസഫ് ജാക്സൺ. അധികം കളിക്കൊന്നും ജോസഫ് ജാക്സനെ കിട്ടില്ല. അദ്ദേഹം വല്ലാത്ത നിരാശയിലായിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ താൻ എന്താണോ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ താൻ എന്താണോ ലക്ഷ്യം വെച്ചത്, അതൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ നിരാശയുണ്ട്. ഇപ്പോഴും ഒരു ചെറിയ കമ്പനിയിൽ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ജീവിതം മുഴുവൻ ആ ഒരു നിരാശ പേറിക്കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈ നിരാശയുടെ ഓരോ ഭാഗം മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ അദ്ദേഹം പല രീതിയിൽ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മക്കളൊക്കെ വളരെ പേടിച്ചിട്ടാണ് ആ വീട്ടിൽ, ഈ 9 മക്കളും വളരെ പേടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. അച്ഛൻ ഭയങ്കര കഠിനമായിട്ട് ശിക്ഷിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ഒരു മുറിയിലിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത മുറിയിൽ നിന്നും ഒരു ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം കാതോർത്തു. ആരാണ് ഈ പ്ലേ ചെയ്യുന്നതെന്ന് അറിയില്ല. അദ്ദേഹം കാതോർത്തു. പക്ഷെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗിറ്റാറിൻ്റെ ശബ്ദം, സ്വരം അവിടെ നിലക്കുകയാണ്. കൂടെ ഗിറ്റാറിൻ്റെ കമ്പി പൊട്ടുന്നതായിട്ട്, സ്ട്രിങ് പൊട്ടുന്ന ശബ്ദവും കേട്ടു. അങ്ങനെ അദ്ദേഹം ആ മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ മൈക്കിൾ ജാക്സന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ടിറ്റോ ജാക്സനാണ് ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ടിറ്റോ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. സ്ട്രിങ് പൊട്ടിയിരിക്കുകയാണ്. അച്ഛൻ കടന്നു വന്നു. ഇനിയൊരു അതിഭീകരമായിട്ടുള്ള രംഗമാണ് പ്രതീക്ഷിക്കുന്നത് ആ കുടുംബം. പക്ഷെ ഒന്നും ഉണ്ടായില്ല. വളരെ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ പോയത്. ടിറ്റോയുടെ കയ്യിൽ നിന്നും ഗിറ്റാർ വളരെ സ്നേഹത്തോടെ അച്ഛൻ വാങ്ങി അതിൻ്റെ പൊട്ടിയ സ്ട്രിങ് മാറ്റിക്കൊടുത്തു. എന്നിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കുകയാണ് ഗിറ്റാർ. എന്നിട്ട് അച്ഛൻ പറയാണ്, ടിറ്റോ, നീ ഇതിന് മുന്നേ വായിച്ച ആ സ്വരം, അതല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ഒന്നുകൂടി അതുപോലെ ഒന്നുകൂടി പ്ലേ ചെയ്യാൻ വേണ്ടി പറയണം. ടിറ്റോ പേടിച്ചിട്ടാണെങ്കിലും വീണ്ടും അത് പ്ലേ ചെയ്യാണ്. ടിറ്റോക്ക് ശാസ്ത്രീയമായിട്ടുള്ള സംഗീതത്തിൻ്റെ വശങ്ങളൊന്നും അറിയില്ല. പക്ഷേ ആ പാടി തീർത്ത ആ ഒരു രാഗം, അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ശകലം, അത് ശാസ്ത്രീയമായിട്ട് തന്നെയായിരുന്നു ടിറ്റോ വായിച്ചു തീർത്തത്. അച്ഛന് മനസ്സിലാവുന്നുണ്ട് ടിറ്റോയുടെ മനസ്സിൽ ഒരു മ്യൂസിക് ഉണ്ടെന്ന് അച്ഛന് മനസ്സിലാകുകയാണ്. അച്ഛന് ഭയങ്കര സന്തോഷമായി. അവിടുന്നാണ് മൈക്കിൾ ജാക്സന്റെ ഉദയം എന്ന് പറയുന്നത്. ആദ്യഘട്ടം അവിടെയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ജോസഫ് ജാക്സൺ ഒരു തീരുമാനമെടുക്കുകയാണ്.
തൻ്റെ മക്കളെ കൂട്ടി, ജോസഫ് ജാക്സന് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ജീവനാണ്, അതിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. എന്തായാലും തൻ്റെ മക്കളെ കൂട്ടി അദ്ദേഹം ഒരു ചെറിയ മ്യൂസിക് ട്രൂപ്പ് തട്ടിക്കൂട്ടിയെടുക്കുകയാണ്. ജാക്സൺ 5 എന്നായിരുന്നു ആ ട്രൂപ്പിൻ്റെ പേര്. പക്ഷേ ജോസഫ് ജാക്സൺ സന്തോഷവാനാണെങ്കിലും മക്കളുടെ നരക യാതന ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോസഫ് ജാക്സൻ്റെ ക്യാരക്ടർ വളരെ മോശമായിരുന്നു. അദ്ദേഹം കുട്ടികളെ വളരെ നേരത്തെ എണീപ്പിക്കും ഇതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട്, പരിശീലനത്തിന് വേണ്ടിയിട്ട്. വളരെ മർദ്ദിച്ചിട്ടായിരുന്നു എണീപ്പിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കുമായിരുന്നു. ഈ ശിക്ഷകളൊക്കെ ഏറ്റ് മൈക്കിൾ ജാക്സൺ അടക്കമുള്ള കുട്ടികൾ കരയും, അലറി വിളിക്കും, അച്ഛാ അച്ഛാ എന്ന് വിളിക്കും. ആ സമയത്തും ഇദ്ദേഹം പറയുന്നത് ഐ എം നോട്ട് യുവർ ഫാദർ, ഐ എം നോട്ട് യുവർ ഫക്കിംഗ് ഫാദർ എന്നാണ് പറയാറ്. ഐ എം ജസ്റ്റ് യുവർ ട്രെയിനർ ഓൺലി. നിങ്ങളുടെ പരിശീലകൻ മാത്രമാണ് ഞാൻ, ഒരിക്കലും നിങ്ങളുടെ ട്രെയിനർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അച്ഛ എന്ന് വിളിക്കരുത്. എന്നിട്ട് വീണ്ടും ഇവരെ ശിക്ഷിച്ചു തുടങ്ങും. അങ്ങനെ കഠിനമായിട്ടുള്ള പരിശീലനത്തിലൂടെയാണ് ഇവരെ ഈ ജാക്സൺ 5 എന്ന മ്യൂസിക് ട്രൂപ്പിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അങ്ങനെ ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹം അച്ഛനായിട്ടുള്ള ജോസഫ് ജാക്സൺ മനസ്സിലാക്കുന്നുണ്ട് മൈക്കിൾ ജാക്സന് മ്യൂസിക്കിനോടുള്ള താല്പര്യം, അതല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ ഉള്ളിൽ കിടക്കുന്ന മ്യൂസിക് അത് വളരെ അമൂല്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചിരുന്നതും മൈക്കിൾ ജാക്സൺ ആയിരുന്നു. ഈ കുട്ടികൾക്ക് മറ്റ് സന്തോഷങ്ങളെല്ലാം അച്ഛൻ തടഞ്ഞു വച്ചിരുന്നു. ആദ്യം മുതൽ റെഗുലർ സ്കൂളിംഗ് വരെ തടഞ്ഞു വച്ചിരുന്നു. പുറത്തു പോകാൻ അനുമതിയില്ല. മറ്റുള്ള കുട്ടികളുമായിട്ട് സാധാരണ കളിക്കുന്ന കളികൾക്കൊന്നും ഇവർക്ക് അനുമതിയില്ല. മൈക്കിൾ ജാക്സനെ മാത്രം എടുത്തു നോക്കുകയാണ്. മൈക്കിൾ ജാക്സന് കറുത്ത മെലിഞ്ഞ ഒട്ടിയുണങ്ങിയ ശരീരമുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് ജാക്സൺ വളരെ സാധാരണക്കാരനായിട്ടൊരു മനുഷ്യനാണ്. അത്രയധികം വിദ്യാഭ്യാസമുള്ള, ലോകപരിചയമുള്ള, ലോകവിവരമുള്ള, വിശാല മനസ്സുള്ള ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. വളരെ ഇടുങ്ങിയ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൈക്കിൾ ജാക്സനെ നിരന്തരം ഇദ്ദേഹം പല രീതിയിൽ ഹരാസ് ചെയ്യുമായിരുന്നു. മൈക്കിൾ ജാക്സനെ വല്ലാതെ ബോഡി ഷെയ്മിങ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കറുപ്പ് നിറം, തൊലിയുടെ വല്ലാത്ത കറുപ്പ് നിറത്തെക്കുറിച്ച് പറഞ്ഞ് നിരന്തരം ഹരാസ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മെലിഞ്ഞ ശരീരത്തെക്കുറിച്ച് പറഞ്ഞ്, ഒട്ടിയ മൂക്കിന് തീരെ സൗന്ദര്യമില്ലാത്തൊരു രൂപമായിരുന്നു മൈക്കിൾ ജാക്സൻ്റെ. ഇതെല്ലാം പറഞ്ഞ് ഈ ട്രെയിനിങ്ങിനിടയിലും അല്ലാത്തപ്പോഴും അച്ഛനായിട്ടുള്ള ജോസഫ് ജാക്സൺ മൈക്കിൾ ജാക്സനെ നിരന്തരം തന്നെ ബോഡി ഷെയ്മിങ്ങിന് ഇരയാക്കിയിരുന്നു. അങ്ങനെ തച്ചു പഴിപ്പിച്ച ജാക്സൺ 5 എന്ന ട്രൂപ്പുമായിട്ട് ആദ്യത്തെ പ്രോഗ്രാം അരങ്ങേറുകയാണ്. വൻ വിജയമായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കാണ് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ലഭിച്ചത്. വളരെ വിജയകരമായിരുന്നു ആ ഒരു പ്രോഗ്രാം. അതിനുശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുള്ള ജാക്സൺ ഫാമിലിക്ക് നിരന്തരം പ്രോഗ്രാമുകളായിരുന്നു. നിരവധി പ്രോഗ്രാമുകൾ അവർക്ക് കിട്ടി, പല സ്ഥലങ്ങളിലായിട്ട് കിട്ടി. പല ആളുകളും ശ്രദ്ധിച്ച് തുടങ്ങി. പല കമ്പനികളുമായിട്ടും, മ്യൂസിക് കമ്പനികളുമായിട്ടും ഈ ഒരു ജാക്സൺ ഫാമിലി, ജാക്സൺ 5 എന്ന മ്യൂസിക് ട്രൂപ്പ് കരാറിലേർപ്പെട്ടു. പിന്നീടാണ് പിറന്നത് ത്രില്ലർ, ബില്ലി ജീൻ പോലുള്ള അതിമാരകമായിട്ടുള്ള ഹിറ്റുകൾ, ആൽബങ്ങൾ. ത്രില്ലറൊക്കെ ഇപ്പോഴും നമ്മൾ കേൾക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിൻ്റെയൊക്കെ റെക്കോർഡ് വിൽപ്പന തകർക്കാൻ കഴിയാത്ത മൈക്കിൾ ജാക്സൻ്റെ ഒട്ടനവധി ആൽബങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോഴും കേൾക്കുന്ന ത്രില്ലർ, ബില്ലി ജീൻ പോലുള്ള സംഗതികളൊക്കെ ജാക്സൺ ഫാമിലി ട്രൂപ്പിൽ നിന്നാണ് വരുന്നത്. ഈ കുട്ടിക്കാലത്ത് ഈ അക്രമങ്ങളും അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ നേരിട്ട പ്രശ്നങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് മൂൺവാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കിൾ ജാക്സൻ്റെ ഒരു ആത്മകഥയുണ്ട്. അപ്പോൾ അത് വളരെ രസമുള്ളൊരു ആത്മകഥയാണ്. അപ്പോൾ അത് കഴിയുന്നവരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുട്ടിക്കാലത്ത് എത്രത്തോളം ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ എത്രത്തോളം അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉപദ്രവം ഏറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഈ മൂൺവാക്കറിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ ഹിറ്റ് ആൽബങ്ങളാണ് പിന്നെ പിറന്നത്. ലോകം അറിയുന്ന ആരായിപ്പോയി ജോസഫ് ജാക്സൻ്റെ മക്കൾ. അവർ സംഗീതത്തിൽ അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ലോകത്തിന് മുന്നിൽ. അങ്ങനെ ബില്ലി ജീന് ആൽബങ്ങളാണ്. ഇതിൻ്റെ 4-ാം മിനിറ്റിൽ മൈക്കിൾ ജാക്സൺ ഒരു പ്രത്യേക നൃത്ത രൂപം കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു
നൃത്തശകലമായിരിക്കും അത്. മൂൺ വാക്ക് എന്നാണ് അതിൻ്റെ പേര്. ചന്ദ്രനിൽ നടക്കുന്ന പോലെ നമ്മുടെ തലയൊക്കെ മുന്നിലേക്കാക്കി പുറകിലേക്ക് കാല് പോകുന്നത് പോലെ ഒരു ഫീല് വരുന്ന രീതിയിൽ നടന്നു. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ് അത് നടന്നത്. വളരെ സാധാരണമായിട്ടുള്ള ഒരു നൃത്ത രൂപം എന്നുള്ള രീതിയിലാണ് മൈക്കൽ ജാക്സൺ അത് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് 4-ാം മിനിറ്റിൽ. പക്ഷെ അത് പുറത്തിറങ്ങിയതും സൂപ്പർ ഹിറ്റ്, മാരക ഹിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഹിറ്റായി. ലോകം മുഴുവൻ അത് ഏറ്റെടുത്തു. ആ ഒരു ആവേശം എനിക്ക് തോന്നുന്നു ആരാധകർക്കിടയിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല മൂൺ വാക്കറിൻ്റെ. ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ വല്ലാത്ത ആവേശം തോന്നും. അപ്പം അന്ന് ഇതിൽ ബില്ലി ജീനിൽ ആണ് അത് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ പണം വന്നു തുടങ്ങി. അതുപോലെ തന്നെ പോപ്പുലാരിറ്റി, പ്രശസ്തിയും വന്നു തുടങ്ങി. ഇത്രയും കാലം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ജീവിച്ചിട്ടുള്ളത്. അടച്ച് പൂട്ടിയ കൂട്ടിനകത്താണ് ഇവരെല്ലാവരും ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ പ്രശസ്തിയും പണവും ഒക്കെ ഇവർ ആസ്വദിച്ചു, വല്ലാതെ ആസ്വദിച്ചു. മാരകമായിട്ട് തന്നെ ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുത്തഴിഞ്ഞ ജീവിതം തന്നെയായിരുന്നു. ജ്യേഷ്ഠന്മാരുടെയൊക്കെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ലാത്ത, കിട്ടാത്ത സ്വാതന്ത്ര്യവും കിട്ടാത്ത പണവും കിട്ടാത്ത പോപ്പുലാരിറ്റിയും ഒക്കെ കിട്ടിയപ്പോഴുള്ള അമിതമായിട്ടുള്ള ഉപയോഗമായിരുന്നു അതിൻ്റെയൊക്കെ. അതുകൊണ്ട് തന്നെ വളരെയധികം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. മൈക്കൽ ജാക്സൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ ജ്യേഷ്ഠന്മാരുടെ അതേ പാതയിലൂടെയായിരുന്നു മൈക്കൽ ജാക്സൻ്റെയും ജീവിതം മുന്നോട്ട് പോയത്. പണം വന്നതോടെ, പ്രശസ്തി വന്നതോടെ ഈ ട്രൂപ്പിനിടയിൽ പ്രശ്നങ്ങളും വന്നു തുടങ്ങി, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ പ്രോഗ്രാം കഴിഞ്ഞാലും പുതിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് തീരുമാനിക്കുന്നത് മൈക്കൽ ജാക്സൺ സോളോ ചെയ്യാനായിട്ട്, ഒറ്റക്ക് പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട്, ഒറ്റക്ക് ആൽബങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് മൈക്കൽ ജാക്സൺ തീരുമാനിക്കുന്നത്. ശരിക്കും മൈക്കൽ ജാക്സൺ എന്ന ജീനിയസിൻ്റെ ജനനം അവിടെയാണ്. ഒറ്റക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ്? അവിടെ നിന്നാണ് മൈക്കൽ ജാക്സൺ ജനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മൈക്കൽ ജാക്സൻ്റെ ലൈഫ് മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെറും സോളോകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടായിരുന്നു മൈക്കൽ ജാക്സൻ്റെ. അതിനൊപ്പം ഉള്ള ഇതുവരെ ആരും കാണാത്ത നൃത്തരൂപങ്ങളുമാണ് മൈക്കൽ ജാക്സൺ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരം കൊണ്ട് ആരാധകരുടെ മുന്നിൽ ചെയ്തു തീർത്തത്. ഇപ്പോഴും നമുക്കത് വളരെയധികം ആസ്വാദ്യകരമാണ് അല്ലേ. അങ്ങനെ വലിയൊരു കൂട്ടം ആരാധകരെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അതും സാധാരണ ആരാധകരല്ല. ഇപ്പോഴും മൈക്കൽ ജാക്സൻ്റെ വീഡിയോകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മൈക്കൽ ജാക്സൺ ക്രേസി ഫാൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്രേസി ആയിട്ടുള്ള, വളരെ ഭ്രാന്തമായിട്ടുള്ള ഒരു ആരാധക കൂട്ടത്തെയാണ് എടുത്തത്. അദ്ദേഹത്തെ ദൈവത്തെപ്പോലെ കാണുന്ന, ദൈവത്തെപ്പോലെ ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ ആണ് എടുത്തത്. വേൾഡ് റെക്കോർഡായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാനുകളുടെ എണ്ണമൊക്കെ എടുത്ത് നോക്കി പറഞ്ഞിരുന്നു. വേൾഡ് റെക്കോർഡായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ വളരെ ക്രേസി ആയിട്ടുള്ളൊരു കൂട്ടം ആളുകളാണ്. അപ്പോൾ അവർ മൈക്കൽ ജാക്സൻ്റെ പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ മൈക്കൽ ജാക്സൻ്റെ ഒരു നിഴലാട്ടം അപ്പുറത്ത് കണ്ട സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ കരയുമായിരുന്നു. മൈക്കൽ ജാക്സൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ചുംബിക്കാനൊക്കെ അവർ ജീവൻ തന്നെ പണയം വെക്കുമായിരുന്നു. അങ്ങനെ അത്രയും ക്രേസി ആയിട്ടുള്ള ഒരു വലിയ എമൗണ്ട് ഓഫ് ഫാൻ ബേസ് ഉള്ള ആളുകൂടിയായിരുന്നു മൈക്കൽ ജാക്സൺ. പക്ഷേ ഈ സെലിബ്രിറ്റി ലെവലിൻ്റെ ടോപ്പ് ലെവലിലും നിൽക്കുമ്പോഴും ഇതിനെല്ലാം റദ്ദാക്കും വിധം അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസുകളൊന്നും അദ്ദേഹത്തിന് ആസ്വദിക്കാൻ തീരെ കഴിഞ്ഞിരുന്നില്ല. അതിനെല്ലാം റദ്ദ് ചെയ്യും വിധം അത്രയേറെ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹം ഡേ ബൈ ഡേ ഫേസ് ചെയ്തിരുന്നത്. ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് നേരെ കല്ലേറ് വരും എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ ലോകത്തിന് മുന്നിൽ ഉയർന്നു നിന്നപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം കല്ലേറുകളും വന്നു.
അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ നിരൂപിക്കുന്നതിന് പകരം അതിലെ കുറവുകളും കുറ്റങ്ങളും പറയുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് ആളുകൾ നോക്കിത്തുടങ്ങി. അതും സാധാരണമായിട്ടല്ല, അസാധാരണമായിട്ട് നോക്കിത്തുടങ്ങി. അസാധാരണമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് മൈക്കിൾ ജാക്സൺ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിലേക്ക്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് പൊതുജനം വല്ലാതെ നോക്കി. അത് നിരവധി വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. അത് നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം, ഈ വിജയത്തിന് ശേഷമുള്ള ജീവിതം തീരെ സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെയും പാപ്പരാസികളുടെയും ശല്യം കൊണ്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ നിരവധി വിവാദങ്ങളാണ്, പലതരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കറുത്ത നിറത്തിൽ നിന്ന് വെളുത്ത നിറത്തിലേക്ക് അദ്ദേഹം മാറിയ സമയത്തും വൻ വിവാദങ്ങളും വൻ പ്രതിഷേധങ്ങളുമാണ് അദ്ദേഹം നേരിട്ടത്. കറുത്ത വർഗ്ഗക്കാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ജനപ്രക്ഷോഭങ്ങളാണ് അന്ന് സംഘടിപ്പിക്കപ്പെട്ടത് മൈക്കിൾ ജാക്സനെതിരെ. അങ്ങനെ ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ എത്തിയപ്പോഴാണ് മൈക്കിൾ ജാക്സൺ തൻ്റെ ശരീരത്തിൻ്റെ രൂപം അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ നിറം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ നൽകുന്നത്. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ്: I have a skin disorder that destroys the pigmentation of the skin. It's something that I cannot help. Okay, but when people make up stories that I don't want to be who I am, it hurts me. It's a problem for me, okay? I can't control it, okay? But what about all the millions of people? Let's reverse it. Okay. What about all the millions of people who sit out in the sun to become darker, to become other than what they are? Nobody says nothing about that. So when did this start? When did the color of your skin start to change? Oh boy, sometime after Thriller, around Off the Wall Thriller. And what did you think? I mean, it's in my family. My father said it's on his side. I can't control it. I don't understand. I mean, it makes me very sad. മൈക്കിൾ ഇവിടെ പറഞ്ഞതുപോലെ വെറ്റലേഗോ എന്ന പേരുള്ള ഒരു സ്കിൻ പ്രോബ്ലമാണ്, സ്കിൻ ഡിസീസാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്, നെഞ്ചിൽ, കഴുത്തിൽ, കൈകളിൽ ഒക്കെ ആയിട്ട് വെളുത്ത നിറം പ്രത്യക്ഷപ്പെടുക. നമ്മുടെ വെള്ളപ്പാണ്ടിനോടൊക്കെ സാമ്യമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. മൈക്കിൾ ജാക്സൺ ഒരു പെർഫോമറാണ്, സ്റ്റേജ് പെർഫോമറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യും. അദ്ദേഹം കുറേ കാലം പെർഫോം നടത്തിയതെല്ലാം മേക്കപ്പിൻ്റെ സഹായത്തോടെയായിരുന്നു. പക്ഷേ സ്റ്റേജ് പെർഫോമൊക്കെ നടത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിരന്തരമായിട്ട് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് തന്നെ, ഇത് മറക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് സമയം, വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം ഇദ്ദേഹത്തിന് വേണ്ടി വന്നിരുന്നു. മാത്രമല്ല സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും, വിയർക്കാൻ തുടങ്ങും. ഇതൊക്കെ സർവൈവ് ചെയ്യുന്ന മേക്കപ്പുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അതല്ലെങ്കിൽ അതിനൊക്കെ ഏറെക്കുറെ പരിമിതികളുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹം ഇത് മേക്കപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാതെയായി. അങ്ങനെ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഡെർമറ്റോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ആർണി കെലിനെ കാണുന്നത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു. മൈക്കിൾ ജാക്സൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ചികിത്സ തീരുമാനിക്കുകയാണ്. ചികിത്സിച്ച് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇവർ രണ്ടുപേരും കൂടി എത്തുകയാണ്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ എടുത്തു, നിരവധി ടെസ്റ്റുകൾ എടുത്തു. പലവിധ പരിശോധനകൾക്ക് മൈക്കിൾ ജാക്സൺ വിധേയനായി. അങ്ങനെ പല രീതികളിലുള്ള ചികിത്സകൾ നടത്തി. ഇതിൻ്റെ മെഡിക്കൽ വശങ്ങൾ പൂർണ്ണമായിട്ടും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബെൻക്വിൻ ക്രീമുകൾ പോലുള്ള ബ്ലീച്ചിങ് ക്രീമുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊലി ബ്ലീച്ച് ചെയ്തെടുത്തു, ഈ നിറം പോകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എല്ലാം ഒരു നിറമാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിരവധി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട്, അതല്ലെങ്കിൽ മെഡിക്കൽ സാധനങ്ങൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിരന്തരം ചെയ്തു. പുരികത്തിന്, മൂക്കിന്, താടിക്കൊക്കെ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അത് വളരെ വലിയൊരു സമയബന്ധിതമായിട്ടാണ് ഇതൊക്കെ ചെയ്തു തീർത്തത്. ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പുരികത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി, ബോഡി സ്കിൻ മൊത്തം പ്രത്യേക ക്രീമുകൾ കൊണ്ട് അദ്ദേഹം ബ്ലീച്ച് ചെയ്തു. ഇത്രയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ കോടികളുടെ മുതൽ മുടക്കിയിട്ടാണ് അങ്ങനെ കറുത്ത മൈക്കിൾ ഒടുവിൽ വെളുത്തവനായിട്ട് മാറുന്നത്. മൈക്കിൾ ജാക്സനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് തന്നെയായിരുന്നു. നമുക്ക് വേദികളിൽ ഒക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ചെറുപ്പത്തിൽ ഏറ്റ ഈ അവഗണന, ചെറുപ്പത്തിൽ ഏറ്റ ഈ അരക്ഷിതാവസ്ഥ, ഇതൊക്കെ അദ്ദേഹത്തിന് എപ്പോഴും വളരെ നെർവസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് വളർത്തിയത്. അദ്ദേഹം പ്രശസ്തിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹം വളരെ നെർവസ് ആയിട്ടുള്ളൊരു
മനുഷ്യനായിരുന്നു, ഒരു വിഷാദ രോഗിയായിരുന്നു. ഈ ചികിത്സകൾക്കൊക്കെ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി മരുന്നുകൾ കുടിക്കേണ്ടി വന്നു. അദ്ദേഹം നിരന്തരം മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരുന്നു, വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെ പലവിധ രോഗങ്ങൾ അദ്ദേഹത്തെ പതിയെ പതിയെ പിടികൂടി. കുത്തഴിഞ്ഞ ജീവിതം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗമായിരുന്നു. വേണ്ടത്ര റെസ്റ്റ് ലഭിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. നിരവധി അസുഖങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. ചികിത്സയുടെ ഭാഗമായിട്ടാണെന്ന് പറയുന്നുണ്ട്. അതേ രൂപത്തിൽ മാറ്റം വരുത്താനുള്ള ചികിത്സയുടെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സുകൾ പല രീതികൾ അദ്ദേഹത്തിൻ്റെ ശരീരം കാണിച്ചു തുടങ്ങി. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരുപാട് മെഡിസിൻ അദ്ദേഹം നിരന്തരം കഴിച്ചു തുടങ്ങി. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ആ മെഡിസിനുകളിൽ പലതും അദ്ദേഹത്തിന് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. അത്തരം ഒരുപാട് മെഡിസിനുകളോട് അദ്ദേഹത്തിന് അഡിക്ഷൻ വന്നു തുടങ്ങി. അങ്ങനെ ഭക്ഷണം തീരെ ഇല്ലാത്തൊരു അവസ്ഥയിൽ വരെ അദ്ദേഹം എത്തുന്നുണ്ട്, വെറും ഗുളികകൾ മാത്രം. എന്തായാലും സ്വയം വിളിച്ചു വരുത്തിയ മരണം കൊണ്ട് അങ്ങനെ അദ്ദേഹം അകാലത്തിൽ പൊഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വയറിൽ നോക്കുമ്പോൾ വെറും ഭക്ഷണത്തിൻ്റെ ഒരു ശകലം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെറും ഗുളികകൾ മാത്രമാണ്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ലഭിച്ച ഈ ബോഡി ഷെയ്മിങ്ങുമായിട്ട് പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സൗന്ദര്യബോധം കുറച്ചധികം വന്നിരുന്നു. ഒരു മാനസിക പ്രശ്നം തന്നെയായിരുന്നു അത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കഥകളാണ് പ്രചരിക്കുന്നത്. ഒരുപാട് കഥകൾ, തെറ്റായിട്ടുള്ള കഥകളാണ് പ്രചരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ നിലവിലെ അറിവുകൾ ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം. അദ്ദേഹം കറുത്തവനായിട്ടുള്ള മൈക്കിൾ വെളുത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരുപാട് ക്രേസി തിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ജീവിതം വളരെ രസകരമായിട്ടുള്ള വലിയൊരു ചരിത്രം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു വീടുണ്ടായിരുന്നു, കുട്ടികൾ വളരെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ വിവാദ വശങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ പറയാം നമുക്ക്. അതുപോലെ വീട്ടിൽ ഒരുപാട് സംഗതികളുണ്ടായിരുന്നു, മൃഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ചിമ്പാൻസി ഉണ്ടായിരുന്നു, പടങ്ങൾ കാണും നമ്മൾ ചിമ്പാൻസിയുടെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ട്രെയിൻ പാത, ഇതെല്ലാം അദ്ദേഹം സജ്ജീകരിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾക്ക് വസ്ത്രധാരണ രീതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഇതുവരെ ആരും അത്രയും വസ്ത്രധാരണ രീതിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അത്രയും അത്രയും വ്യത്യസ്തനായിട്ടാണ് അദ്ദേഹം ആളുകളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രേസി ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മളതൊന്നും വെച്ചല്ല, അതിൻ്റെ അളവുകോൽ വെച്ചല്ല മൈക്കിൾ ജാക്സനെ സ്നേഹിക്കുന്നത്. അതിലെല്ലാം അപ്പുറം അദ്ദേഹത്തിൻ്റെ കലയാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടിനെയാണ്. ഞാൻ വലിയൊരു ഫാനാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. ഒരു ദിവസം പോലും ഉണ്ടാവില്ല മൈക്കിൾ ജാക്സൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ശകലം പോലും കേൾക്കാത്ത ഒരു ലൈഫിൽ ഒരു ദിവസം പോലും കാലങ്ങളായിട്ട് ഉണ്ടാവില്ല. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും നമ്മളത് കേട്ടുപോകും. അപ്പോൾ ഷിക്കാഗോയിൽ നിൽക്കുന്ന മൈക്കിൾ ജാക്സൺ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉള്ള എന്നെപ്പോലുള്ള അതിസാധാരണമായിട്ടുള്ളൊരു മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അപാര നക്ഷത്രം തന്നെയാണ്, അംഗീകരിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വം തന്നെയാണ്. അന്ന് സോഷ്യൽ മീഡിയകളൊന്നും ഇല്ല, ഇന്നത്തെ പോലെ യൂട്യൂബോ അതല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ടൈമായിരിക്കും മേ ബി. ആ ഒരു സമയത്തു കൂടി അദ്ദേഹം ഇങ്ങനെ നമ്മളെ വികാരഭരിതമാക്കിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മരണത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും മൈക്കിൾ ജാക്സൺ എന്ന പേര് ഒന്നാം നിരയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ ഒരു സംഗതി ചെറുതല്ല. അപ്പോൾ ഇതൊക്കെയാണ് മൈക്കിൾ ജാക്സണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് മൈക്കിൾ ജാക്സൻ്റെ ചരിത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. മൈക്കിൾ ജാക്സൻ്റെ ചരിത്രം മുൻവാക്കറിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു അധ്യായമായിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കറുത്ത സ്കിന്നിൽ നിന്ന് വെളുത്തത് എങ്ങനെയെന്ന് മാത്രമാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇവിടെ മൈക്കിൾ ജാക്സൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റ് ഒരു ചരിത്ര താളുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും